ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ വിട്ടിയം ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും സ്നേഹാദരവും നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വെള്ളായണി ജയചന്ദ്രൻ പോറ്റി ഉദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ വിട്ടിയം യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മോഹനൻ നായർ അധ്യക്ഷനായിരുന്നു. താലൂക്ക് പ്രസിഡന്റ് ശ്രീ RH സതീഷ്, താലൂക്ക് സെക്രട്ടറി മഹേഷ്, ക്ഷേത്ര സെക്രട്ടറി ശ്രീ അരുൺകുമാർ, ക്ഷേത്ര രക്ഷാധികാരി ശ്രീ പളനിനാഥപിള്ള എന്നിവർ സംസാരിച്ചു. 21/4/2021 കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വിളപ്പിൽ താലൂക്ക് വിട്ടിയം ശാഖയുടെ മൂലസ്ഥാനമായ മാതൃവൃക്ഷ ചുവടും ഗുരുമന്ദിരവും ഉൾപ്പെടുന്ന വസ്തു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റിന്റെയും വിട്ടിയം ശാഖാ പ്രസിഡന്റിന്റെയും പേർക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയ ശ്രീമതി റാണി ചന്ദ്രയെ വിട്ടിയം ക്ഷേത്രഭരണ സമിതി ആദരിക്കുന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വെള്ളായണി ജയചന്ദ്രൻ പോറ്റി അവരുടെ ക്ഷേത്രഭരണ സമിതി റാണി ചന്ദ്ര, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായവരെ, സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ഇവിടെ ഒരു പ്രഭാഷണത്തിന് സമയമില്ല, പാടിക്കുടിയിരുത്താനുള്ള കാര്യങ്ങൾക്ക് സമയം അതിക്രമിച്ചു. അതുകൊണ്ട് വളരെ 2 വാക്ക്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്, സംഘടനയുടെ രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു ഉദ്ദേശത്ത് ഒരു ക്ഷേത്രം സമുദ്ധരിക്കപ്പെട്ടാൽ ആ ദേശം അഭിവൃദ്ധി പ്രാപിച്ചു വരും. ആ ക്ഷേത്ര അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നെങ്കിൽ തന്ത്രശാസ്ത്രം പറയുന്ന 5 കാര്യങ്ങളുണ്ട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു കാലത്ത് അന്ത്യത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് ആ ക്ഷേത്രങ്ങളുടെ ദേവന്മാരുടെ മുന്നിൽ വെളിച്ചം കത്തിക്കാൻ അതുവഴി ഹൈന്ദവ വിശ്വാസികളായ എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യമുണ്ടാവുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് തുടക്കം കുറിച്ചതെങ്കിൽ ഇപ്പോൾ കേരള
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ക്ഷേത്രതന്ത്രി ശ്രീ ജയചന്ദ്രൻ പോറ്റി, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ, സമിതിയുടെ സദസ്സിലും ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഈ ക്ഷേത്രം 1985 മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലം മുതൽ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം ഇതിൽ വളരെ. ക്ഷേത്ര പ്രസിഡന്റ് മോഹനൻ ചേട്ടൻ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബഹുമാന്യ രക്ഷാധികാരി ശ്രീ പളനിനാഥ മാമൻ, അതുപോലെ വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യ തന്ത്രി, അതുപോലെ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സമിതിക്ക് ഭൂമി സമർപ്പണം ചെയ്ത റാണി ചിത്ര, ക്ഷേത്ര സെക്രട്ടറി, ക്ഷേത്രത്തിൻ്റെ സമിതിയുടെ ഭാരവാഹികൾ, ഈ വേദിയിൽ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്മമാരെ, സുഹൃത്തുക്കളെ, എല്ലാ ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നു. അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരം ഒരു സമ്മേളനങ്ങൾ നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ്. കാരണം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനും അല്ലെങ്കിൽ ആ പരിസരത്തും എല്ലാവർക്കും, അതായത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും നന്മ ചെയ്യുകയും അവരുടെ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു ആരാധനാലയമാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ചർച്ച ആയാലും മോസ്കായാലും അമ്പലമായാലും എല്ലാവരും നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നല്ലൊരു സമൂഹം സൃഷ്ടിച്ചെടുക്കുകയാണ് ഇതുപോലുള്ള എല്ലാ ആരാധനകളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹികമായ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റത്തിന്റെ ഒരു കാഹളം കൂടിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ സായം സന്ധ്യയിലുള്ള ഈ ഒരു ഇതൊരു കൂട്ടായ്മ. സത്യത്തിൽ നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെതായിട്ടൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രവൃത്തി തന്നെ ണ്ട് എനിക്കിന്ന് സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചടങ്ങുകൾ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും സംസാരിക്കാനില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോയ എല്ലാ വ്യക്തികൾക്കും നമ്മൾ മുൻകാലങ്ങളിലും ചികിത്സാ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് പുറത്തൊന്നും നമ്മൾ അറിയിച്ചില്ല. എങ്കിൽ തന്നെയും നമ്മുടെ ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആദ്യമായിട്ട് ഒരു സംരംഭം നമ്മൾ കൊണ്ടുവന്ന കഴിഞ്ഞ 2 കമ്മിറ്റികളിൽ നമ്മൾ ഒരു ചർച്ചയിൽ വെച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് കമ്മിറ്റിയുടെ ചർച്ചയുടെ തീരുമാനം അനുസരിച്ചാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി വെച്ചത്. ഇപ്പോൾ നമ്മുടെ കളക്ട് ചെയ്ത് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ആർക്കെങ്കിലും സംഭാവനമായിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ പെൻഷൻ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ക്ഷേത്ര കമ്മിറ്റിയെ, സെക്രട്ടറിയോ പ്രസിഡന്റിയോ നിങ്ങൾ അറിയിക്കുകയും കൂടെ നമ്മൾ. സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്ര സെക്രട്ടറി ശ്രീ അരുൺകുമാർ സ്വാഗതവും താലൂക്ക് സെക്രട്ടറി ശ്രീ മഹേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി.